ഹലോ ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ രാവിലെ മക്കൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതാ ചെസ്സ് കളിക്കുകയാണ്. മോള് നന്നായിട്ട് കളിക്കും. ഞാൻ വീട്ടിൽ പോയി സമയത്ത് അമ്മ പഠിപ്പിച്ചു കൊടുത്താണ് രണ്ടാക്കും. ആദ്യം മോൾക്ക് പഠിപ്പിച്ചു, പിന്നെ മോനെ പഠിപ്പിച്ചു. അപ്പോൾ രണ്ടാളും അത്യാവശ്യം കളിക്കും. മോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ളും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. എനിക്ക് ബാങ്കിൽ പോകണം. പിന്നെ അവിടുന്ന് എൻ്റെ ATM ഒരു കാര്യം ശരിയാക്കാണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോ പോയി. പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുമല്ലോ, അപ്പോൾ അതിൽ പേപ്പർ ലാമിനേഷൻ ചെയ്യേണ്ടി കൊടുത്താണ്. ഞാനൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് കേട്ടോ. മെമ്മറീസ് നല്ലതല്ലേ. അപ്പോൾ അത് ലാമിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി. അത് കഴിഞ്ഞ് മോന് ഡ്രസ്സ് എടുത്തു. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, മറന്നുപോയി. നമ്മൾ ടെക്സ്റ്റൈൽസിൽ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ പെൺപിള്ളേരാണല്ലോ, ഒക്കെ മറക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ സർവീസ് മാളിൽ പോയി നമുക്ക് സാധനം മേടിക്കാണ്ടായിരുന്നു. വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് നമ്മൾ അവിടെ നിന്നാണ് മേടിക്കാം. അപ്പോൾ മോനെയും കൂട്ടി അപ്പോൾ നമ്മൾ ഷൂ മേടിക്കാം. അവൻ്റെ ബർത്ത്ഡേ 10-ാം തീയതിയാണ്. അതിനാണ് ഡ്രസ്സ് എടുത്തത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. നമ്മളത് ടോക്ക് എത്രയാ കണ്ടോളൂ. നമ്മൾ ടോക്ക് അതാ CD70. ഇതാണ് സ്ഥലം. എല്ലാവരും ടോക്കണ്ണെ കാത്തിക്കാണ്. ഇനി അവിടെ അമ്മൻ്റെ ഫോട്ടോ. ഇപ്പം അവളെ ടോക്കണ്ണെ കാത്തുകയാണെങ്കിൽ കുറച്ചേരം കൂടി അവിടെ CD69 ആണ്. ഇന്നപ്പോൾ ടോക്കൺ ആയാൽ മതി. ഇവളെന്താ ചെയ്യണം ഇവിടെ? എന്നോട് ഫോട്ടോ അവിടെ റെഡിയാക്കാൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ റേഷൻ കടയിലാണ് പോയത്. അപ്പോൾ ഞാനും പറഞ്ഞല്ലോ അമ്മയുണ്ട് കൂടെ. അപ്പോൾ അമ്മ ഹെൽമെറ്റ് നൂരാതെ നല്ല അടിപൊളി നിൽക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ ആരൊക്കെ റേഷൻ കടയിൽ പോകാറുണ്ട് ഗൈസ്? ഞാൻ പോകാറുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഷൂ മേടിക്കാനാണ് കേട്ടോ. ഷൂ ഒക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധനം എടുക്കാൻ പോയത് വീട്ടിലേക്കുള്ള. ഒരു രക്ഷയില്ല, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ അതിന് മുന്നേ പോയിട്ടുണ്ട് മോൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല റേറ്റാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല സാധനമാണ് കേട്ടോ. വില കുറവുള്ളതുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ നമുക്ക് വില കൂടുതലേക്ക് നമ്മളെ കണ്ണ് പോകത്തുള്ളൂ. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാമനാട്ടുകര ഫറൂഖുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നോളൂ, സർവീസ് മാളിൽ വന്നോളൂ. എല്ലാ തരം ഷൂകളും ചെരുപ്പുകളും ലേഡീസ് ഉണ്ട്, മെൻസ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. അപ്പോൾ എനിക്ക് എടുക്കണം എന്നുണ്ട്. അമ്മ ഏതൊക്കെയോ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ മകൻ വന്നിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒക്കെ 600ൻ്റെ മുകളിലേക്കാണ് ഒക്കെ വരുന്നത് ചെരുപ്പ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് മൊത്തം ഒന്ന് എടുത്തത് മകനാണ്. അപ്പം എനിക്കും വീഡിയോസ് എടുക്കാൻ വല്ലാതെ അറിയില്ല, അവനും അറിയില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസ് മൊത്തം അവൻ്റെ ആണ്. അറിയാലോ സാധനം പോണേ. ഓക്കെ, വലിയ സാധനമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒക്കെ നമുക്ക് വാങ്ങിടാം. ഇതിപ്പോൾ വേറെ സ്ഥലമാണ്. സ്ഥലത്ത് പോയാൽ ഒറ്റാണ് കിട്ടിട്ട്. അമ്മ അവിടെ ഉണ്ട്. ചെറിയ സാധനം കിട്ടാതെ. ഓക്കെ, ഇത് വേണ്ട. ബേക്കറി ചോക്ലേറ്റിൻ്റെ സ്ഥലം പുതുക്കൂടെ സാധനം മേടിക്കാനോ? ഇവിടെ നിന്ന് ഇവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, നല്ല ബിസ്ക്കറ്റൊക്കെ ഇടുക. വീട്ടിലൊന്നും ഇത്രയൊക്കെ ബിസ്ക്കറ്റ് ഇല്ല. നോക്കി നോക്കാം, നല്ല ബിസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ, കാണിച്ചു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിന് കാണാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, സ്ഥലങ്ങളൊക്കെ അവിടെ ലേസൊക്കെ ഉണ്ട്. ഇത് ചെയ്യാൻ ഓടി ഓടെ എത്തി. നമ്മളെ ലാസ്റ്റിലേക്ക് പിന്നെ
തന്നെ കണ്ടിട്ടുണ്ടോ നമുക്ക് നേരത്തൊക്കെ പറയുന്നുണ്ടോ നോക്കി വെക്കാം. അയ്യോ ചേട്ടാ പോണിരുന്നു. നാളെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നോക്കാനാണ് എന്നെ നമ്മൾ നോക്കിയെടുക്കും. അപ്പുറത്തൂടെ വഴി കൂടെ പോവാം. പോയി കഴിക്കാൻ നമ്മൾ ഓക്കെ ഇവിടെ പറയാം ഓരുണ്ട് ഓരൊക്കെ സാധനം ഇതാക്കാന്ന് അമ്മച്ചമ്മ ഐസ്ക്രീംസ് ലാസ്റ്റാണ്. ഐസ്ക്രീംസ് ഒക്കെ ലാസ്റ്റ് അതിൻ്റെ കണ്ടങ്ങളി നമുക്ക് വേണം. ഫോൺ യെസ് നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അടുത്ത സാധനം വാങ്ങിയിട്ടുള്ളൂ. എന്ത് ചെയ്യണം കേട്ടോ ബ്ലൂക്കൊക്കെ ചോദിച്ചോക്കെ വേണ്ട. ഇപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇപ്പം നല്ല സാധനം തന്നെയല്ലോ. ആ മാണിക്കിസ്റ്റ് ഓ അത് ഇന്നൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് മാണിക്കിസ്റ്റും കിട്ടും. നല്ല ലിക്വിഡ് സാധനം കിട്ടുന്നില്ല. അയ്യോ ഇട്ടല്ലേ ആ ബിസ്ക്കറ്റ് മാജിക്കോ ആ എന്താ വീഡിയോ ഓണാക്കിട്ടെ ആക്കണ്ട. ആ നമ്മളെ യൂട്യൂബറാണേ. അതൊക്കെ നമ്മളെ അടുത്ത് അതപ്പോൾ സാധനങ്ങളൊക്കെ എന്താ കിട്ടും. സാധനം മതി അല്ലേ സൈക്കിളും രാവിലെ കണ്ട് ദിവസം കാര്യം സ്റ്റാർട്ട് ലേസ് ലേസറി ലേസ് അല്ല അതവിടെ അടുത്തേ വഴണ്ടി അത് എടുത്താൽ സാധനം അടുത്തുണ്ട്. എന്താ പറയുക സെരിബി മാളിലാണ് ഇവിടെ ഉള്ളത്. സ്ഥലം അന്ന് സെരിബി മാൾ നല്ല ലേസാണ്. ചിക്കോടി ഇത് കാണാം. അതിനിപ്പോൾ എന്തോ എനിക്കറിയാം സാധനമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനം അടുത്ത് ഫ്രഷ് പോയി വെക്കാം. എത്ര മാംസ് ഒരു ഇവിടെ എത്രല്ല പാടാ ബില്ലടിച്ച് പോയാ പട്ടാ ഇതിപ്പോ അവരുടെ ഓയ് അച്ഛമ്മ സാധനം വാങ്ങി.